വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹീതമായ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വചനത്തിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ, വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം ഈ നിമിഷങ്ങളിൽ, വചനം പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരിലേക്കും ശക്തമായി നിറയട്ടെ. അത് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ. സൗഖ്യദായകമായ വിടുതൽ ശക്തിയുള്ള വചനം താവെ അവിടെ നയിക്കണം. വചനം അയച്ച് സൗഖ്യപ്പെടുത്തണം. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും യേശുവേ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുവാൻ, ശക്തിയും സൗഖ്യവും പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്കറിയാം, ഈശോയും സമരിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ, അവളെ മാനസാന്തരത്തിലേക്ക്, അതുവഴി ആ സമരിയ പട്ടണത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് ഈശോ നയിക്കുന്ന രംഗം. ഈശോ കിണറിൻ്റെ തീരത്തിരുന്ന് ദാഹജലം ചോദിക്കുന്നു. ഈ സമയത്ത് ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ശിഷ്യന്മാർ മടങ്ങിയെത്തിയപ്പോൾ ശിഷ്യന്മാർക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇവൻ ഈ സമരിയാക്കാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക, ആ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക,
ഇതാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി. അതിനുശേഷം ഈശോ പറഞ്ഞൊരു വചനമാണിത്. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയും. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയും. എന്നാൽ ഞാൻ പറയും, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ പിതാവിൻ്റെ ഇഷ്ടനിർവഹണം ഭക്ഷണമായി കണ്ട ഈശോയ്ക്ക് ശിഷ്യന്മാർ പറയുന്ന പോലെ പറയാൻ പറ്റുന്നില്ല. അവർ പറയുന്ന പോലെ അല്ല ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, നിങ്ങൾ പറയുന്നു 4 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പായി. ഞാൻ പറയുന്നു, ഈശോ പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്. പിതാവിൻ്റെ ഇഷ്ടമറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ഇതാ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ. നിങ്ങളിപ്പോൾ ലോ ലെവലിലാണുള്ളത്. ഈ ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്, ഉയർന്ന ലെവലിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 4 മാസം കഴിഞ്ഞ് നടക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായിരിക്കുന്നു, വിളഞ്ഞ് പാകമായി കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളൊരു റെഡ് ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്നതെല്ലാം റെഡായിട്ട് തോന്നും. അത് യെല്ലോ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും. ബൾബ് കത്തിക്കുമ്പോൾ ആ ബൾബ് ഒരു പച്ച പേപ്പർ കൊണ്ട് പൊതിഞ്ഞാൽ പച്ച ലൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ദൃഷ്ടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതത്തിലുള്ളവൻ്റെ ദൃഷ്ടിയോട് ചേർക്കുക എന്നാണ്. അവൻ്റെ ദൃഷ്ടി എന്താ? അവനെങ്ങനെയാ കാണുന്നത്? അതുപോലെ കാണും. ബൾബിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകാശത്തെ പച്ചക്കളറുള്ള പേപ്പർ ആ പ്രകാശത്തെ മുഴുവൻ പച്ചയാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ സ്വാഭാവികതയെ ദൈവത്തിൻ്റെ അതിസ്വാഭാവികത കൊണ്ട് പൊതിയുമ്പോൾ നമ്മുടെ ജീവിതം അതിസ്വാഭാവികമാം വിധം അനുഗ്രഹദായകമായി അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, കൃപയുടെ ഒരു ജീവിതമായി മാറും. ഇതാണ് ഉയർത്തി നോക്കുക എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ സംഭവം നമുക്കറിയാം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി. ഈശോ അവിടെ എത്തിയപ്പോൾ സഹോദരിമാര് കരയുന്നു. അവരുടെ കൂടെ ഈശോയും കണ്ണീർ പൊഴിച്ചു എന്ന് വചനം പറയുന്നു. ഈ കല്ലറയിങ്കലെത്തി ഈശോ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ തിരുവചനം, യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ കണ്ണുയർത്തിയപ്പോൾ, പിതാവിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ ലാസറിനെ പ്രതിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു എന്ന് യേശുവിന് മനസ്സിലായി. യേശുവിൻ്റെ കണ്ണല്ല, പിതാവിൻ്റെ കണ്ണാണ് യേശുവോട് ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു തൻ്റെ പിതാവിൻ്റെ കണ്ണിലൂടെ കണ്ണുകൾ ഉയർത്തി കണ്ടതുപോലെ ഞാനും നിങ്ങളും ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്നതിന് പകരം യേശുവിൻ്റെ കണ്ണുകളിലൂടെ കാണണം. യേശുവിൻ്റെ കണ്ണുകളിലൂടെ യേശുവിൻ്റെ ജീവിതത്തോട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് കാണണം. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ കണ്ണിലൂടെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖമുണ്ടാകുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കാൻ, അവർക്ക് ജീവൻ നൽകാൻ കഴിയുന്ന യേശുവിൻ്റെ കണ്ണുകളിലൂടെ, ദാരിദ്ര്യ ദുഃഖത്താൽ നാം വലയുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയവൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കണ്ണുകൾ ഉയർത്തണം.
നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് നീ പരാതിപ്പെടുന്ന നിന്റെ ജീവിത പ്രശ്നങ്ങളെ ഇന്ന് വരെ നീ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്ന് മാറി ഈ പ്രശ്നത്തെ ചെറുതാക്കുന്ന യേശുവിൻ്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കിക്കേ. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ മകനെ, മകളെ, നിന്റെ പ്രശ്നം വലുതാണ്. വർഷങ്ങളായി മാരകമായ രോഗത്താൽ നീ വലയുകയാണ്. നിന്റെ കുഞ്ഞിൻ്റെ ജോലി പ്രശ്നം തീരുന്നില്ല, വിവാഹ തടസ്സം മാറുന്നില്ല, കുടുംബത്തിലെ അസ്വസ്ഥതകൾക്കൊരു വിരാമമില്ല. പ്രശ്നം വലുതായി വലുതായി നിന്റെ കണ്ണിൽ നിൽക്കുമ്പോൾ നീ കണ്ണുകൾ ഉയർത്തി നോക്കുക. നീ കണ്ണുകൾ ഉയർത്തുമ്പോൾ നിന്റെ കണ്ണടയട്ടെ, യേശുവിൻ്റെ കണ്ണവിടെ തുറക്കട്ടെ. 4 മാസം കഴിയുമ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, ഇപ്പോൾ വിളഞ്ഞ് പാകമായിരിക്കുന്നു. ഈ ഒരു കണ്ണുകൊണ്ട് കാണാൻ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായം അതിൻ്റെ 8ഉം 9ഉം വചനങ്ങൾ പ്രകാരമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേത് പോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധാപൂർവം ഈ വചനം വായിക്കണം, ശ്രവിക്കണം. എന്താ വചനം പറയുന്നത്? എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല. നമ്മുടെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും ഒരുപോലെയല്ല. നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല. നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴിയല്ല, മറ്റനേകം വഴികൾ തുറക്കാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ബോധ്യമുണ്ടാകും. എന്നിട്ട് ദൈവം വചനത്തിൽ പറയുന്നത് എന്താ? ആകാശം ഭൂമിയേക്കാൾ ഉയർന്ന നിൽക്കുന്നത്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പം ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യൻ്റേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ്റെ ചിന്തകളും വഴികളും ദൈവത്തിൻ്റേതുപോലെ ഉന്നതമാക്കണം. അവൻ്റെ ചിന്ത ദൈവിക ചിന്തയിലേക്ക് ചേർക്കപ്പെടണം. അവൻ്റെ വഴികൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ചേർക്കപ്പെടണം. അതാണ് നമ്മൾ ഈശോ പറഞ്ഞത്, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി. ആ പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ തിരുവോസ്തിയിലേക്ക്, അപ്പത്തിലേക്ക് കരകവിഞ്ഞൊഴുകുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കണമെങ്കിൽ കണ്ണുകൾ ഉയർത്തി നോക്കുന്നവർക്കേ കഴിയൂ. കാരണം ആകൃതിയിലും രൂപത്തിലും രുചിയിലുമെല്ലാം ഗോതമ്പപ്പമായ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമായി, തിരുരക്തമായി സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ സാധാരണ മനുഷ്യ കണ്ണുകൊണ്ട് നോക്കിയാലാവില്ല. പിന്നെയോ ആ കണ്ണാണ് ഉയർന്നു നോക്കണം, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകളുണ്ട്? സക്രാരിക്ക് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒരു പേടകത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പേടകത്തിനുള്ളിൽ യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസം വേണം, കണ്ണുകൾ ഉയർത്തണം. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്ദ്യ കുന്നശ്ശേരി പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷയ്ക്കിടയിൽ വചന സന്ദേശം നൽകിയ തൃശ്ശൂർ അതിരൂപതയുടെ
മുൻ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ തൂങ്കുഴി പിതാവ് കുന്നിശ്ശേരി പിതാവിൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ പിതാവിൻ്റെ താമസ സ്ഥലത്ത് പ്രധാന പ്രവേശന കവാടത്തിൻ്റെ സൈഡിലായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന തുറന്ന ഒരു ചാപ്പലിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ട്. തൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കസേരയിൽ ഇരിക്കുമ്പോൾ പിതാവ് കണ്ടുകൊണ്ടിരുന്നത് ഈ തുറന്ന ചാപ്പലിൽ സക്രാരിയിൽ വസിക്കുന്ന ഈശോയെ. എന്നിട്ട് പറയുകയാണ്, പിതാവിൻ്റെ സൗഹൃദങ്ങളിൽ ഏറ്റവും ദൃഢമായ സൗഹൃദം, എപ്പോഴും കൂടെ അനുഭവിച്ചു കൊണ്ടിരുന്ന സൗഹൃദം ഈ ഈശോയുമായുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം പിതാവിനെ ബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നവരാണ്, വിശുദ്ധ കുർബാനയുടെ സന്ദർശനം നടത്തുന്നവരാണ്. ഈ ഒരു സൗഹൃദ സന്ദർശനം നമുക്കുണ്ട്. കാരണം എന്താ? നമ്മൾ കണ്ണുകൾ ഉയർത്തി കാണുന്നില്ല. ദേവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടെ പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നാം കണ്ണുകൾ ഉയർത്തി കാണുന്നില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിൽ പോകുമ്പോൾ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ഞാനും നിങ്ങളും അശ്രദ്ധയോടെ, പല വിചാരത്തോടെ, പലവിധ വ്യഗ്രതകളോടെ അവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? കണ്ണുകൾ ഉയർത്തി കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ? എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ച ഈശോയാണ് ഈ അൾത്താരിയിൽ പിടയുന്നത് എന്ന് കാണാൻ കഴിയണമെങ്കിൽ കണ്ണുയർത്തി നോക്കണം. അല്ലാത്തവന് അത് വെറും ഗോതമ്പപ്പമായി മാത്രമേ ഫീൽ ചെയ്യപ്പെടുകയുള്ളൂ. ാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിനെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷികമായ കണ്ണുകൾ അടയ്ക്കാൻ, ദൈവത്തിൻ്റെ കണ്ണുകൾ ആന്തരിക നേത്രങ്ങളായി തുറക്കാൻ എന്ന് നമുക്ക് കഴിയുന്നു, അന്ന് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക് യാതൊരുവിധ കുറവുണ്ടാകാതെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളെപ്പോഴും മാനുഷികമായ പരിമിതികളുടെ കണ്ണുകൾ കൊണ്ട് മാത്രമല്ലേ നോക്കുന്നത്? നമ്മുടെ ചിന്തകൾ മുഴുവൻ മാനുഷിക തലത്തിൽ നിൽക്കുകയല്ലേ? വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എല്ലാ ദിവസവും വിശുദ്ധ കുലിയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഞാൻ പറയും, ഉറച്ച ബോധ്യത്തോടെ ഞാൻ പറയും, ഇന്ന് പ്രാർത്ഥന കൂടിയിട്ടുണ്ട്, പക്ഷേ വിശ്വാസം കുറഞ്ഞു. പ്രാർത്ഥന കൂടി, പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, പക്ഷേ വിശ്വാസികളുടെ എണ്ണം കുറയുകയാണോ എന്ന് ചിന്തിക്കണം. വെറും ഭൗമികമായ, ക്ഷണഭങ്കുരമായ ഈ ലോക ചിന്തകൾക്കും ഈ ലോക നോട്ടങ്ങൾക്കും അപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, നിത്യതയുടെ തീരങ്ങൾ തേടുവാൻ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ എന്ന് നാം തയ്യാറാകുന്നു, അന്ന് മാത്രമേ നാം കണ്ണുകൾ ഉയർത്തി നോക്കുന്നവരാവൂ എന്ന് തിരിച്ചറിയണം. നമ്മൾ ധ്യാനത്തിന് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് കിട്ടേണ്ടത് താൽക്കാലികമായ സമനങ്ങളാ. കണ്ണുയർത്താൻ നമ്മൾ ആരും തയ്യാറല്ല. സ്വർഗത്തെ നോക്കാൻ, നിത്യതയെ തേടാൻ നമ്മൾ ആരും തയ്യാറല്ല. നമുക്ക് വേണ്ടത് ക്ഷണികമായ സൗഖ്യങ്ങളും വിടുതലുകളും മാത്രമാണ്. അവിടെ നോക്കി ഈശോ പറയുന്നു, മക്കളെ, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കണം. ഈ ലോകത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ഉയർന്നൊരു ലോകമുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കപ്പെടുന്നൊരു ലോകം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അപ്പം ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മുഴുവൻ കണ്ണുകൾ ഉയർത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഭൂമിയിലേക്ക് വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഭൂമിയിലെ പോലെ സ്വർഗത്തിലാകണമേ എന്നല്ല. താഴെ നിന്നുകൊണ്ടല്ല, മുകളിൽ നിന്നുകൊണ്ട് മുകളിലെത്തതുപോലെ താഴേക്ക് വരണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവിടെ ഈശോയുടെ വലിയ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ഭൗമികമായ പരിമിതികളുള്ള നോട്ടങ്ങൾക്കപ്പുറത്ത്, ചിന്തകൾക്കപ്പുറത്ത്, അപരിമേയമായ അതിരുകളും പരിമിതികളുമില്ലാത്ത അനശ്വരതയുടെ തീരങ്ങൾ തേടാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, ദൈവീക ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലകളിൽ പരിപൂർണമായൊരു വിടുതൽ, പരിപൂർണമായൊരു സൗഖ്യം എൻ്റെ കർത്താവേ നീ എനിക്ക് തരണമേ എന്ന് നമുക്കൊന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചു, കണ്ണുകളടച്ചു, സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും ഉയർത്തി. പിതാവേ, വിശ്വാസത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചു തരണമേ. കണ്ണുകൾ ഉയർത്തി നോക്കാനുള്ള കൃപ തരണമേ. മാനുഷികമായ പരിമിതികളിലേക്കും ബലഹീനതകളിലേക്കും അസാധ്യതകളിലേക്കും നോക്കുന്ന ഞങ്ങളുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ അനന്ത നന്മയിലേക്ക്, സർവശക്തിയിലേക്ക് നോക്കുവാനുള്ള വലിയ കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ നിന്റെ ചിന്തകളും വഴികളും ഞങ്ങളുടേതിനേക്കാൾ ഉയർന്നതാണെന്ന ബോധ്യത്തോടെ കർത്താവേ, ബലഹീന മനുഷ്യരായ ഞങ്ങളുടെ ബലഹീന ചിന്തകളുടെ മേൽ നിന്റെ ബലമുള്ള ചിന്തകൾ ഇപ്പോൾ കടന്നു വരട്ടെ. ബലമുള്ള നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നിന്റെ സൗഖ്യദായകമായ ഇടപെടലുണ്ടാകുവാൻ നീ നിന്റെ പിതാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ, നീ നിന്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ജീവിത തപസ്യാക്കിയതുപോലെ സാവേ, നിന്റെ അഭിഷേകം കൊണ്ട് നോക്കിക്കാണുവാൻ തക്കവിധമുള്ള വലിയൊരു കൃപ ഞങ്ങളിലേക്ക് ഈ നിമിഷം നീ അയക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക്, ഞങ്ങൾ നേരിടുന്ന ജീവിത പ്രതിസന്ധികളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മകളെയും നിർവീര്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ വലിയ അഭിഷേകം നിറയുവാൻ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ, കർത്താവേ വരണമേ, നിന്റെ അഗ്നി ഇറക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, കൊടുങ്കാറ്റായി വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറവിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം, വിശ്വാസത്തിന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ